5 മാസമായി പെൻഷൻ മുടങ്ങി ജീവിതം ദുരിതത്തിലെന്ന് വിരമിച്ച അംഗനവാടി ജീവനക്കാർ. 5 മാസമായി ക്ഷേമനിധി പെൻഷൻ വിതരണം മുടങ്ങിയതിനാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് വിരമിച്ച അംഗനവാടി ജീവനക്കാർ. കുടിശ്ശിക പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യുന്നതിനൊപ്പം പെൻഷൻ വർധനവും പുനഃസ്ഥാപിച്ച ഫെസ്റ്റിവൽ അലവൻസും അനുവദിക്കണമെന്നും അവർ മുഖ്യമന്ത്രിയോടും സാമൂഹ്യനീതി വകുപ്പിനോടും അഭ്യർത്ഥിച്ചു. 1980 മുതൽ 2016 വരെയുള്ള കാലയളവിൽ അംഗനവാടികളിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച ജീവനക്കാരാണ് തങ്ങളുടെ ദുരിതാവസ്ഥ അറിയിച്ചത്. ഞാൻ 2011 റിട്ടയർ ചെയ്ത അംഗനവാടി ടീച്ചറാണ്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് 500 രൂപ വർക്കർക്ക് ഹെൽപ്പർക്ക് 300 രൂപയാണ്. ഇത്രയും നാൾ റിട്ടയർ ചെയ്തിട്ട് കഴിഞ്ഞ 5 മാസത്തിന് മുമ്പ് വരെ നമുക്ക് 2500 രൂപ കിട്ടിയിരുന്നു. ഇപ്പം 5 മാസം കഴിഞ്ഞ് ഒരു പൈസ പോലും നമുക്ക് തരുന്നില്ല. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ അലവൻസ് അതൊക്കെ നേരത്തെ നിർത്തി. ഇപ്പം നമ്മൾ ഇത്രയും നാൾ കാരണം 10-35 വർഷം ഈ സാമൂഹ്യക്ഷേമ വകുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടി ഇത്രയും എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു വിലയും കൽപ്പിക്കാത്ത വിധത്തിലാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കയറിയ ആശാ വർക്കർമാർക്ക് കാരണം ഞാനൊക്കെ ജോലി ചെയ്തെടുത്ത സമയത്ത് ഞങ്ങൾ അംഗനവാടിയിൽ വന്നിട്ട് ഞങ്ങളുടെ രജിസ്റ്ററിൽ നോക്കിയിട്ടാണ് അവർ നമ്മളെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ് കുത്തിവെപ്പിൻ്റെയും ഗർഭിണികളുടെയും മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ആശാ വർക്കർമാർക്ക് ഇപ്പോൾ ഈ സർക്കാർ കയറിയപ്പോൾ 3000 രൂപ വർദ്ധിപ്പിച്ചു. അപ്പം നമ്മൾ ഇത്രയും വർഷം ഞങ്ങൾ ജോലി ചെയ്ത അംഗനവാടി ജീവനക്കാർക്ക് 10 പൈസ പോലും മാറ്റി വെക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചു. അത് ഭയങ്കര വിഷമം നമുക്കുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും നമ്മൾ അവഗണിച്ചല്ലോ. അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നതിലൊന്നും വിഷമം ആരും ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ നിങ്ങളോട് അല്ലാണ്ട് ആരോടാണ് പറയുന്നത്. അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള സംഖ്യയോളം തിരിച്ചു തരണം. പിന്നെ നമ്മുടെ ഫെസ്റ്റിവൽ അലവൻസ് നമുക്ക് മുൻപ് കിട്ടിയിരുന്ന പോലെ തന്നെ രണ്ടാമതും തരാനുള്ള എല്ലാ സംവിധാനവും ചെയ്യണം. ഇങ്ങനെ നമ്മളെ ഇട്ടിട്ട് കഷ്ടപ്പെടുത്തരുത്. പക്ഷേ നമ്മൾ ജീവിക്കാനും ഒരു മാർഗ്ഗമില്ല. ഇപ്പോൾ രോഗത്തിന് അടിമയായിരിക്കണം. ഒരാൾക്കും ഒരു പട്ടിണി കിടക്കണം നമ്മൾ. പക്ഷെ മരുന്നില്ലാതെ കണ്ടിട്ട് ജീവിക്കാം. അതേ അവസ്ഥയിൽ നമ്മളായിരിക്കുകയാണ്. ആയതുകൊണ്ട് നമുക്ക് വേണ്ട സഹായം സർക്കാർ കണ്ണ് തുറന്ന് സാമൂഹ്യ വകുപ്പും മുഖ്യമന്ത്രിയും ഇതിലിടപെടണം. കാരണം മുഖ്യമന്ത്രിക്ക് എല്ലാം ചെയ്യാതെ ഞങ്ങളുടെ അംഗനവാടി ജീവനക്കാരെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ്. പറൂരാണ് അവിടുത്തെ ജീവനക്കാർ. എനിക്കെല്ലാം അറിയാം. അവരെല്ലാവരും നിരന്തരമായിട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കുകയും എല്ലാ കാര്യങ്ങളും അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആയതുകൊണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കാല് പിടിച്ച് ഞങ്ങൾ പറയാനാണ് നമ്മളെ അവഗണിക്കല്ലേ. കാരണം ഓണമാണ് വരുന്നത്. നമ്മളും മനുഷ്യരാണ്. 5 മാസമായി പട്ടിണി കിടന്നില്ല എന്ന് മാത്രം അത്രയും ഇടങ്ങേറിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒരാളോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കണ്ണിനീര് നിങ്ങളൊന്ന് കാണണം. നമ്മൾ സമരം ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കാണ് കാണുമായിരുന്നു. നമുക്ക് സമരം ചെയ്യാനുള്ള കപ്പാസിറ്റി കാരണം നമ്മുടെ കൂടെ ഒരാൾ സപ്പോർട്ടില്ലാണ്ട് നടക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനായിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ആരോഗ്യമുള്ള സമയത്തായിരുന്നെങ്കിൽ ഞങ്ങൾ നല്ലൊരു സമരം ചെയ്യാനുള്ള ശേഷിയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കപ്പാസിറ്റി അതില്ല. നമുക്ക് അത്രയും വളരെ ശോഷിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഇതിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടി ചെയ്യണമെന്ന് നിങ്ങളുടെ കാല് പിടിച്ച് ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി ഓൾ കേരള എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം പേരിലും മട്ടാഞ്ചേരി ICDS പ്രോജക്റ്റിൻ്റെ പേരിലും ഞാൻ അഭ്യർത്ഥിക്കണം. സാറ് സ്വീകരിക്കണം. തള്ളിക്കളയില്ല. കാരണം നിങ്ങൾക്കില്ലേ പെങ്ങന്മാർ, നിങ്ങൾക്കില്ലേ സഹോദരിമാർ. അപ്പോൾ ആ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ടെങ്കിലും ഞങ്ങളെ ഒന്ന് സംരക്ഷിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്താനുള്ള സർവ്വ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. 50 ഈ മട്ടാഞ്ചേരിയിലും ഈ കോട്ടുവെച്ച് തോപ്പുംപടിയിലായിട്ട് 50 അംഗൻവാടികൾ തുടങ്ങിയത് നമ്മളാണ് ആദ്യമായിട്ട് ഇവിടെ അംഗൻവാടി കൊണ്ടുവരുന്നത്. ആദ്യത്തെ 50 പേര് അത്രയും കഷ്ടപ്പെട്ട് 32 കൊല്ലം പണിയെടുത്ത് 32 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. പെൻഷൻ എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായില്ല നമ്മൾ എടുക്കണ നേരത്തെ. പിന്നെ 32 കൊല്ലം പണിയെടുത്ത് നമ്മളൊക്കെ വീണം മറ്റുള്ളവർക്ക് ജോലി കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ നമ്മളെല്ലാവരും ഒഴിഞ്ഞു. ഒരു ചെറിയ തുകയാണ് പെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് നമുക്ക് 22,500 രൂപയായിട്ട് ഇപ്പം 5-6 മാസമായിട്ട് കാശും തരുന്നില്ല.
ഈ നമുക്ക് പൈസ കിട്ടിയില്ല വിഷമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാനായിട്ട് ആരെയും കാണുന്നില്ല. മന്ത്രിമാരോടാണെങ്കിൽ എല്ലാവർക്കും എല്ലാ വിവരവും അറിയാം. ഈ അടുത്ത കാലത്തെടുത്ത ആശാ വർക്കർമാർക്ക് പൈസ കൊടുത്തപ്പോഴും പോലും നമ്മളെ പോലത്തെ പെൻഷൻ പറ്റിയ വയസ്സായവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി. പിന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരികളിൽ രണ്ടുപേരും തന്നെ എല്ലാ വിവരവും മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പെൻഷൻ പ്രോസസ്സൊക്കെ ഇന്നാ നാളെ എന്നൊക്കെ പറഞ്ഞ് മരിക്കാനിരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ പെൻഷനേഴ്സ്. നമ്മളെ കാര്യം പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാർത്ത വിരമിച്ച ആദ്യകാലത്ത് അംഗനവാടി വർക്കർമാർക്ക് 500 രൂപയും ഹെൽപ്പർമാർക്ക് 300 രൂപയുമായിരുന്നു പെൻഷൻ ലഭിച്ചിരുന്നത്. പിന്നീട് 2500 രൂപയും 1500 രൂപയുമായി വർദ്ധിപ്പിച്ചെങ്കിലും കഴിഞ്ഞ 5 മാസമായി 1 രൂപ പോലും ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. 2 വർഷം മുമ്പ് വരെ ലഭിച്ചിരുന്ന 1000 രൂപയുടെ ഫെസ്റ്റിവൽ അലവൻസും പിന്നീട് നിർത്തലാക്കിയതായി അവർ ചൂണ്ടിക്കാട്ടി. വാർദ്ധക്യവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം മരുന്നിനും നിത്യച്ചെലവുകൾക്കുമുള്ള തുക കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് വിരമിച്ച ജീവനക്കാർ പറഞ്ഞു. പുതിയ തലമുറയ്ക്ക് തൊഴിലവസരം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ജോലിയിൽ നിന്നും പിന്മാറിയതെന്നും എന്നാൽ വാർദ്ധക്യത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണെന്നും അവർ പറഞ്ഞു. അംഗനവാടി ജീവനക്കാരുടെ സേവനത്തിന്റെ പ്രാധാന്യം പരിഗണിച്ച് സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട വിരമിച്ച ജീവനക്കാർ കുടിശ്ശിക പെൻഷൻ ഉടൻ വിതരണം ചെയ്യുകയും പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ഫെസ്റ്റിവൽ അലവൻസ് പുനഃസ്ഥാപിക്കുകയും ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചു. അംഗൻവാടി വർക്കറാണ് ഞാൻ. 1980 മുതൽ 2016 വരെ ജോലിയിൽ ഞങ്ങൾ നിലനിന്നുണ്ടായി. അതിനുശേഷം റിട്ടയറായി. ഞങ്ങൾക്ക് ഫെബ്രുവരി മാസം വരെയുള്ളൂ പെൻഷൻ്റെ തുക. ആദ്യം ഞങ്ങളുടെ പെൻഷൻ തുക 500 രൂപയും ഹെൽപ്പർമാർക്ക് 300 രൂപയായിരുന്നു കിട്ടിയിരുന്നു. പിന്നെ ഏകദേശം 16 ആയപ്പോൾ 2500 രൂപയും 1500 രൂപയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5 മാസമായിട്ട് ഞങ്ങൾക്ക് പെൻഷനാവട്ടെ ഒന്നും കിട്ടിയില്ല. ഇതിന് പുറമെ 2 കൊല്ലം മുൻപ് വരെ ഫെസ്റ്റിവൽ അലവൻസ് 1000 രൂപ കിട്ടിയിരുന്നത്, അതും കിട്ടാതെയാണ്. എനിക്ക് മുഖ്യമന്ത്രിയും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ കണ്ണീര് അങ്ങനെ കാണണം. മുഖ്യമന്ത്രി വളരെ നല്ല മനുഷ്യനാണ്, അറിയാം, എന്ത് കാര്യം പറഞ്ഞാൽ ചെയ്യും. മുഖ്യമന്ത്രിയെ ഡയറക്റ്റ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാര്യം. ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ പെൻഷൻ എത്രയും വേഗം കിട്ടുകയും വേണം. ഇൻക്രിമെൻ്റ് തുക എല്ലാവർക്കും കിട്ടുന്ന വിധത്തിൽ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ദയവായി അപേക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. നീ മെയിലും ചെക്ക് ചെയ്തേ. ഞാൻ നോക്കാം. കഴിഞ്ഞ തവണ ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിയതാ. 6 മാസം കൂടി ആയില്ല, അപ്പോഴേക്കും ഇതിന്റെ ലെൻസും മങ്ങി ഫ്രെയിമും ഡാമേജ് ആയി. പക്ഷെ അമ്മയുടെ കണ്ണട ഇപ്പോഴും എത്ര പെർഫെക്റ്റാ. ഞങ്ങൾ കൊച്ചിക്കാർക്കേ കണ്ണട എന്നാൽ അത് ജെസൽ ഒപ്റ്റിക്കൽസാ. മറ്റെന്തും വാങ്ങും പോലെ കണ്ണട വാങ്ങാമെന്ന ധാരണ നീ മാറ്റണം. ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ പാരമ്പര്യം, വിശ്വാസ്യത, ഇതെല്ലാം പ്രധാനമാണ്. എന്റെ അച്ഛനാണ് എന്നെ ജെസൽ ഒപ്റ്റിക്കൽസിൽ ആദ്യമായി കൊണ്ടുപോയത്. മോളെ ഞാൻ കൊണ്ടുപോകാം. പക്ഷെ എല്ലാ ബ്രാൻഡുകളും അവിടെ കിട്ടുമോ? 2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജെസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജെസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജെസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി.